ഫോൺ കണ്ടുള്ള എക്സ്പ്രഷൻ ഇതാ. ഡീസന്റ് ആവൂന്ന് ഞാനങ്ങ്. ഹായ്. അങ്ങനെ മമ്മി രാവിലെ തന്നെ വന്നിട്ടുണ്ടേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മേലായിരുന്നു കേട്ടോ, അതായത് വൈകിയായിരുന്നു. പല്ലെടുത്തതിന് ശേഷം അങ്ങ് വേദനയോട് വേദനയായിരുന്നു. താഴത്തെ പല്ലുകൾക്ക് മേലത്തെ പല്ലുകൾക്ക് എവിടേക്കോ വേദനയായിരുന്നു കേട്ടോ. പിന്നെ ഋതുട്ടനെ ഇങ്ങനെ പിറകെ നടക്കുന്നത് കാരണം കുനിയും നൂരയും ചേരുന്ന അവർ അന്നേരേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ലെടുത്ത ദിവസങ്ങളിലൊക്കെ. പക്ഷേ എനിക്ക് കുനിയും നൂരയും ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. മമ്മിയാണെങ്കിൽ അന്ന് വന്നിട്ട് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു. മമ്മിക്കാണെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യം ഒരു കാര്യമുണ്ട്. അങ്ങനെ അങ്ങ് പോയ കേട്ടോ. അതുകൊണ്ട് ഇന്ന് വന്നെയാണ് ഇവിടെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ. മമ്മി വന്നപ്പോൾ ഋതുട്ടൻ എന്താ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നല്ല സോഫ്റ്റ് തുണി. ഓ നിച്ചർ റോസ് നിച്ചർ. അല്ല അവനത് നോണ്ടാവുള്ളത് അമ്മച്ചനെ കാണില്ല. അച്ഛ കൊള്ളാവോ? അച്ഛനെ കാണില്ല. കുഞ്ഞിന് വാള കൊണ്ടുവന്ന അമ്മച്ചമ്മ. വാള എന്നാ കൈ കാണിക്കല. അമ്മ ഇട്ട് തരട്ടെ. ഇടാന് ഇടട്ട് ദായി സൂപ്പർ സൂപ്പർ. ഋതുട്ടന് ഡ്രസ്സും വളകളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇത് ഋതുട്ടൻ്റെ ഉത്സവക്കോടിയാണ് കേട്ടോ. ഇത് ഋതുട്ടൻ്റെ ആദ്യത്തെ ഉത്സവമാണ്. അതായത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ അറക്കൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ മമ്മി വാങ്ങിച്ചിട്ട് വന്നേ കേട്ടോ. ഞങ്ങളാണെങ്കിൽ നേരത്തെ എല്ലാ വർഷവും ഉത്സവം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കും കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു ആഘോഷം പോലെയാണ് കേട്ടോ. ദേവി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഓണത്തിനും ഉത്സവത്തിനും മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുന്നത്. ഇപ്പോഴൊക്കെയല്ലേ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഡ്രസ്സ് എടുക്കുന്നത്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. ഉത്സവത്തിനും ഓണത്തിനും ഇതായിരുന്നു നമുക്ക് ഡ്രസ്സുകളൊക്കെ കിട്ടാറുള്ളത്. ആ സമയത്ത് നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഡ്രസ്സ് വാങ്ങിച്ച് തന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. ഞാനിരുന്ന് കരയാറൊക്കെ ഉണ്ട്. പിന്നെ ബർത്ത്ഡേക്കും കിട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് കുറച്ച് നല്ല മത്തി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ അത് ഞാൻ പെട്ടെന്നൊന്ന് കുറച്ചല്ല എല്ലാം കഴുകി എടുത്തു. എന്നിട്ട് കുറച്ച് മാത്രം എന്താ വരിഞ്ഞിട്ട് അരപ്പൊക്കെ പുരട്ടി ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. നമുക്കിന്ന് മീൻ ഫ്രൈ ചെയ്ത് മാത്രം എടുത്താൽ മതി കേട്ടോ. ബാക്കി വേറെ ഒന്നും വെക്കണ്ട, ചോറോ കറികളോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം മീൻ മാത്രമാണോ കഴിക്കുന്നതെന്ന് വെച്ചാൽ അല്ല കേട്ടോ. വീട്ടിൽ നിന്ന് മമ്മി വന്നപ്പോഴത്തേക്ക് നല്ല പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മീനും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ മീനും കഴുകി വെച്ച് ഡയപ്പർ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതും ചെയ്തിട്ട് ഇതാ ഞാൻ പിന്നെ കുളിക്കാൻ പോയി. മമ്മി ഇവിടെ തൂക്കലും തുടയ്ക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് ക്ലീൻ ചെയ്തു. ഒരു കുലിസ എവിടെ പോയോ എന്തോ. മീൻ മറക്കണ്ടേ. അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ മീൻ വറുക്കാൻ വന്നേ. ഋതുട്ട ഞാൻ കുളിക്കാൻ കയറിയപ്പം കിടന്ന് ബഹളമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെയൊക്കെ കുളിച്ചിട്ട് എത്രയോ നാളുകളായെന്നറിയാവോ. തേച്ചടിച്ചൊന്നും സമാധാനത്തോടെ നിന്ന് കുളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കത്തേ ഇല്ല. മനസ്സിനകത്ത് മൊത്തം ഇവിടെ ഒന്നീ ഉറങ്ങിക്കിടക്കുവാണെങ്കിൽ എഴുന്നേക്കോ എന്നുള്ളൊരു പേടി. ഇല്ലെങ്കിൽ എപ്പോഴാ കരയുന്നതെന്ന് പറയാനും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ മീനൊക്കെ വറുത്തു. ഓടിക്കല്ലേ. അമ്മയാണെങ്കിൽ അകത്തൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തിറങ്ങിയിട്ട് പിന്നെയും തൂക്കലും വാരലും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ. ഒന്നത് നല്ല വെയിലുണ്ട്. ഇറങ്ങി നിൽക്കല്ലേ, എന്തെങ്കിലും തലവേദന ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ ആര് കേൾക്കാനാ. പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അവരൊന്നും അനുസരിക്കത്തേ ഇല്ല പറഞ്ഞാലും. നീ നിൻ്റെ പണി നോക്ക് എന്നായിരിക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ മറുപടി. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ നിന്നില്ല. അങ്ങനെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല പൊതിച്ചോറാണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ ഉള്ള ഒരു മണം എൻ്റെ ദൈവമേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി ചമ്മന്തി, ഒരു മുട്ട വറുത്തത്, ഒരു തോരനായാലും മതി കേട്ടോ. ഇല്ലെങ്കിൽ ഒരു മീൻ വറുത്തതും അടിപൊളിയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ടാട്ടോ മമ്മി കഴിക്കാതിരുന്നത്. ഋതുട്ടിനെ നോക്കണമല്ലോ എന്നും പറഞ്ഞിട്ട്. പിന്നെ ഋതുട്ടിനുള്ള ഫുഡ് ആക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കാതിരുന്നത്. അതൊന്നും തണുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമയമുണ്ടല്ലോ. പിന്നെ ആ സമയം കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചെടുത്തു. മമ്മി എടുത്ത് പറഞ്ഞത് ഒന്നുമില്ല, ചമ്മന്തിയും ചോറും
പിന്നെ ഒരു മുട്ട വറുത്തത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിയലും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീൻ വറുത്തതും കൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് ഊണ് കുശാലായി. തോനെയും ചോറുണ്ടായിരുന്നു, പക്ഷെ അത് ഫുള്ളും ഞങ്ങൾ കഴിച്ചു. ഒരു പൊതി ചോറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ആ ഒരു പൊതിയായിരുന്നു ഏറ്റവും ഒരു പൊതി തന്നെ ആയിരുന്നു. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചു. റിതൂട്ടിനും ഫുഡൊക്കെ കൊടുത്തു. റിതൂട്ടിന് ഫുഡ് കൊടുക്കുമ്പോൾ ആൾക്ക് ഈ ചോറ് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കറിയൊക്കെ ഒഴിച്ച് കഴിക്കുവാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറി എന്തെങ്കിലും വെക്കുവാണെങ്കിൽ തന്നെ അവൾക്ക് വേണ്ടുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കറികളൊക്കെ വെക്കുക. കറികൾ സാമ്പാർ മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. എനിക്ക് പ്രഗ്നൻസി സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചോറിനോട് ഭയങ്കര ഒരു ആക്രാന്തം പോലെ ആയിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അധികം കഴിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് എന്തെങ്കിലും ഋതുട്ടിന് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനകത്ത് ഞാൻ ഈ വെജിറ്റബിൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും. ക്യാരറ്റും മത്തങ്ങയൊക്കെ ഇട്ട് വേവിച്ച് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടെ തൊട്ടിലല്ലോ ഊഞ്ഞാല് കെട്ടാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. കെട്ടാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഏണിയൊന്നും ഇരിപ്പില്ല. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ചാടി പിടിച്ച് കയറി എങ്ങനെയൊക്കെയോ എന്തായാലും ഊഞ്ഞാല് കെട്ടാൻ എന്തുകൊണ്ടും ഈ അടുക്കളയിൽ കെട്ടിയത് തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടത്. കാരണം ആൾക്ക് ഇത് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഹാപ്പിയായി ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു സമയം കൊണ്ട് എന്തെങ്കിലും പാത്രം കഴുകാനുണ്ടെങ്കിലോ എന്തെങ്കിലും അരിയാനോ എടുക്കാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അന്നേരം കുറേ നേരം അവൾ ഇവിടെ ഇതിനകത്ത് ഇരുന്നോളും. അങ്ങനെ ഇതാ അവൾ ഊഞ്ഞാലൊക്കെ കെട്ടി അതിനകത്ത് ഇരുത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ നല്ല ഉറക്കമായി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മി പിന്നെ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ആൾക്ക് അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകാനൊക്കെ ഉള്ള ഒരുക്കമാണ്. പിന്നെ മമ്മി പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ തുണി കഴുകാനൊക്കെ പോയത്. തുണി കുറച്ച് ഋതുട്ടിൻ്റെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് കഴുകിയിട്ടു. ഡയപ്പർ ഞാൻ അങ്ങനെ ഇപ്പം യൂസ് ചെയ്യാറെന്നല്ല, അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഇപ്പം നമ്മൾ റീയൂസബിൾ ഡയപ്പർ ഉണ്ടല്ലോ, അതും പിന്നെ അല്ലെങ്കിൽ തുണി അതിനകത്ത് മടക്കിയൊക്കെ വെച്ചൊക്കെ കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാനിതാ തുണിയൊക്കെ കഴുകി നൂത്തിട്ടതിന് ശേഷം വന്നപ്പോഴത്തേക്ക് ഇവിടെ അച്ഛനും മോളും ഗെയിം കളിക്കുകയാണ്. ഋതുട്ടൻ അതൊന്നും കണ്ടാൽ മൈൻഡ് ചെയ്യത്തേ ഇല്ല കേട്ടോ. ആളെന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെ സ്ക്രീനിനകത്ത് അവൾക്ക് അങ്ങനെ പാട്ടൊക്കെ കേട്ടാൽ മാത്രമേ നോക്കുള്ളൂ, അല്ലാതെ നോക്കാറൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ചായ ഇടാവേ. അങ്ങനെ ഋതുട്ടനാണെങ്കിൽ ഒന്ന് താഴത്തോട്ട് ഇറക്കാൻ നോക്കിയിട്ട് അവൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ പിന്നെ അവളെയും കൊണ്ടായിട്ടോ ഞാൻ ചായ ഇടാനൊക്കെ പോയേ. എന്നിട്ട് നൈസിന് കൊണ്ടുവന്ന് ഇത് ഇരുത്തിയപ്പോഴത്തേക്ക് ആൾ ഇതിനകത്ത് ഇരുന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. എന്തായാലും ഭയങ്കരമായിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടമായോ? ഇഷ്ടമൊക്കെ ആയി. ആ ചിരിയൊക്കെ കണ്ടില്ലേ? ഇതിനകത്ത് ആൾ ഇരിക്കോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞങ്ങളുടെ മനസ്സിനകത്ത് ഇരിക്കത്തില്ല എന്നായിരുന്നു. പക്ഷെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളും ആയി കേട്ടോ. അതായത് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആളിനെ ഇതിനകത്ത് കൊണ്ടിരുത്തിയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ചായയൊക്കെ ഇട്ടു. പിന്നെ മമ്മി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. പിന്നെ ഋതുട്ടിനായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.